ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് വിളമ്പാം, അല്ലെങ്കിൽ ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ്. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് മീനിൽ പുരട്ടിയെടുക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഇവിടെ മോളുള്ളതുകൊണ്ട് അധികം എരിവ് കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഗരം മസാല പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ചില ഗരം മസാല പൊടിക്ക് ടേസ്റ്റ് കുറവായിരിക്കും, അപ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. മസാല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാനിപ്പോൾ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി എടുത്താലും മതി. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് കലക്കിയെടുക്കുക. വെള്ളം കൂടി പോകരുത്. മീൻ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് പുരണ്ടിരിക്കണം. ഇഡലി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം വെള്ളം ആദ്യമേ ചേർക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇനി ഉപ്പും എരിവും ഒക്കെ നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുള്ളില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ 500 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ, ചൂരയൊക്കെ എടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി. ഞാനിപ്പോൾ സാൽമണാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് നല്ലത്. പുറമേ മൊരിഞ്ഞ് വരുമ്പോഴേക്ക് അകത്തും നന്നായിട്ട് വെന്ത് കിട്ടണം. നമുക്ക് സ്റ്റാർട്ടറായിട്ടും വിളമ്പാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുന്നതാണ് നല്ലത്. എല്ലാ ഭാഗത്തും മസാല ആകുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ച് വരണം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും, അതുകൊണ്ടാണ് ചെറിയ പാൻ എടുത്തത്. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാം കൂടി ഒന്നിച്ച് എടുത്തിടരുത്, എന്നാൽ ഒട്ടിപ്പിടിച്ചു പോവും. ഇനി താഴ്ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് അധികം സമയവും എടുക്കില്ല വെന്ത് കിട്ടാൻ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. താഴെ മുകളിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. ഇനി ഞാൻ 2 പച്ചമുളകും കൂടി വറുത്തെടുക്കാൻ പോവുകയാണ്. പച്ചമുളക് 2ആയിട്ട് കീറിയതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. ഈ എണ്ണയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ വറുത്തിടാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. മീനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇത് കഴിക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ സോസ് ചേർത്തും കൊടുക്കാം കേട്ടോ. ചിക്കൻ പോപ്സ് കഴിക്കുന്ന പോലെ അവരിത് കഴിച്ചോളും. ഇത് സ്നാക്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പാർട്ടിക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ വിളമ്പാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.